അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെൻറ്റർ ടേൽസ്. അപ്പോൾ തേർഡ് സെം എം എ ഇംഗ്ലീഷിലെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയിൽ ഫെമിനിസമാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ ലാസ്റ്റ് 3 കോൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ബ്ലാക്ക് ഫെമിനിസം, ദളിത് ഫെമിനിസം ആൻഡ് പോസ്റ്റ് ഫെമിനിസം. ഓക്കെ, ഇത് 3 നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ഫെമിനിസം ആണ്. സോ ബ്ലാക്ക് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിയിലാണ് ഇത് സെൻറ്റർ ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് വിമൺ ഇൻഹെറൻ്റ്ലി വാല്യുബിൾ ആണ്. അവരുടെ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെസസിറ്റിയാണ്. ഓക്കെ, ആ ഒരു ഫിലോസഫീനെ സെൻറ്റർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഐഡിയയാണ് ബ്ലാക്ക് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. അതായത് ബ്ലാക്ക് വിമൺ എന്താണ്, ഭയങ്കര വാല്യുബിൾ ആണ്, അവരുടെ ലിബറേഷൻ ഉള്ളത് ഭയങ്കര നെസസിറ്റി ആയിട്ടുള്ളൊരു കാര്യം, നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ സെൻറ്റർ ചെയ്ത് വരുന്നതാണ് ബ്ലാക്ക് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. സോ ബ്ലാക്ക് ഫെമിനിസത്തിനെ നമ്മൾ ആഫ്രോ ഫെമിനിസം എന്നും പറയാറുണ്ട്. സോ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ വിമൻസിൻ്റെ എക്സ്പീരിയൻസസ്, അതുമാതിരി തന്നെ അവരുടെ സ്ട്രഗിൾസ്, അതിനൊക്കെയാണ് ബ്ലാക്ക് ഫെമിനിസം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുമാതിരി തന്നെ റേസിസം ആൻഡ് സെക്സിസത്തിൻ്റെ ഒരു ഇൻ്റർസെക്ഷനാലിറ്റീനെയും ഇവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെക്കഗ്നൈസസ് ദ ഇൻ്റർസെക്ഷനാലിറ്റി ഓഫ് റേസിസം ആൻഡ് സെക്സിസം. അപ്പോൾ ബ്ലാക്ക് വിമൺ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റി കാരണം അഡീഷണൽ മാർജിനലൈസേഷൻ ഫേസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണ്, ബ്ലാക്ക് വിമൺ എന്ന് പറയുമ്പോൾ അവരും ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ട്വൈസ് ഡിസ്ക്രിമിനേറ്റ് ആവപ്പെടുന്നുണ്ട്. അതായത് ഒന്നവർ വിമൺ ആണെന്നുള്ളതുകൊണ്ടും ഒന്നവർ ബ്ലാക്ക് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതുകൊണ്ടും. സോ അവരെന്താണ്, അഡീഷണൽ മാർജിനലൈസേഷൻ അല്ലെങ്കിൽ ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ബ്ലാക്ക് വിമണിനാണ് ഏറ്റവും കൂടുതൽ ഈ സെക്സിസം അല്ലെങ്കിൽ റേസിസം അല്ലെങ്കിൽ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ അതിൻ്റെയൊക്കെ ഏറ്റവും നെഗറ്റീവ് ഇമ്പാക്ട്സ് വരുന്നത് ഈ ബ്ലാക്ക് വിമണിനാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ആക്ടിവിസ്റ്റുകളും അതുമാതിരി ഇൻ്റലക്ച്വൽസ് ഒക്കെ കുറേ ഓർഗനൈസേഷൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ലൈക്ക് നാഷണൽ അസോസിയേഷൻ ഓഫ് കളേർഡ് വിമൺ, അതുമാതിരി നാഷണൽ കൗൺസിൽ ഓഫ് നീഗ്രോ വിമൺ, അങ്ങനെയുള്ള കുറേ അസോസിയേഷൻസ് ഒക്കെ ഇവർ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് ഫെമിനിസം ഏറ്റവും ഒരു പ്രോമിനൻസിലേക്ക് വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ വിമണിനെ ലീഡർഷിപ്പ് പൊസിഷനിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് അങ്ങനെ വിമണിനെ എക്സ്ക്ലൂഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ബ്ലാക്ക് ഫെമിനിസം ഒരു പ്രോമിനൻസിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുമാതിരി തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ സ്ട്രീം ഫെമിനിസം എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ് വൈറ്റ് വിമണിനെയാണ്. ഓക്കെ, മിഡിൽ ക്ലാസ് വൈറ്റ് വിമൺ, ബ്ലാക്ക് വിമണിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ബ്ലാക്ക് ഫെമിനിസം കൂടുതലായിട്ടും എമർജ് ചെയ്തിട്ടുള്ളത്. സോ ബ്ലാക്ക് ഫെമിനിസം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഈ ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ കുറേ ഗ്രൂപ്പ്സ് ഒക്കെ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ബ്ലാക്ക് വിമണിൻ്റെ ഓരോ റോൾ, അതായത് ബ്ലാക്ക് നാഷണലിസം ആണെങ്കിലും അല്ലെങ്കിൽ ഗേ ലിബറേഷൻ മൂവ്മെൻ്റ് ആണെങ്കിലും അതിലൊക്കെ ഉള്ള ബ്ലാക്ക് വിമണിൻ്റെ റോളിനെ പറ്റിയിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ഗ്രൂപ്പ്സ് ഒക്കെ ഫോം ചെയ്തു. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഫെമിനിസത്തിൻ്റെ പ്രൊപ്പോണൻസ് ആർഗ്യൂ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് വിമണിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ബ്ലാക്ക് വിമണിനെ സ്ട്രക്ചേഴ്സിൽ പൊസിഷൻ ചെയ്യുന്നത്. ബ്ലാക്ക് ഫെമിനിസത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നും ആദ്യമായിട്ട് പബ്ലിക്കലി ഒരു ഇൻഫ്ലുവൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ഒരു ഫോർമർലി എൻസ്ലേവ്ഡ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ആയിട്ടുള്ള സൊജോർണർ ട്രൂത്ത്. സോ അവർ യൂസ് ചെയ്ത ഫ്രേസ് എന്താണെന്ന് വെച്ചാൽ എയിൻറ്റ് ഐ എ വുമൺ. ഓക്കെ, എയിൻറ്റ് ഐ എ വുമൺ, ഞാനും ഒരു സ്ത്രീ അല്ലേ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രേസ് എംഫസൈസ് ചെയ്യുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ അല്ലെങ്കിൽ ബ്ലാക്ക് വിമണിന് ഈക്വൽ റൈറ്റ്സ് വേണം. സോ ദ നീഡ് ടു ഫൈറ്റ് ഫോർ ഈക്വൽ റൈറ്റ്സ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ, അതാണ് ഈ ഒരു ഫ്രേസ് എംഫസൈസ് ചെയ്യുന്നത്. പിന്നെ അന്ന ജൂലിയ കൂപ്പറിൻ്റെ എ വോയിസ് ഫ്രം ദ സൗത്ത് ബൈ എ ബ്ലാക്ക് വുമൺ ഓഫ് ദ സൗത്ത്, എ വോയിസ് ഫ്രം ദ സൗത്ത് ബൈ എ ബ്ലാക്ക് വുമൺ ഓഫ് ദ സൗത്ത്, അതാണ് ലിറ്ററേച്ചറിലുള്ള ബ്ലാക്ക് വുമൻ്റെ പ്ലൈറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വർക്ക് ഓഫ് ലിറ്ററേച്ചർ ടു വോയിസ് ദ പ്ലൈറ്റ് ഓഫ് ബ്ലാക്ക് വുമൻ ബൈ അന്ന ജൂലിയ കൂപ്പർ, എ വോയിസ് ഫ്രം ദ സൗത്ത് ബൈ എ ബ്ലാക്ക് വുമൺ ഓഫ് ദ സൗത്ത്. അപ്പം നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫെമിനിസത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് സജോർണർ ട്രൂത്ത്, അതുമാതിരി തന്നെ അന്ന ജൂലിയ കൂപ്പറൊക്കെ. പിന്നെന്താ, 1970 ബ്ലാക്ക് വിമൻസ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്ലാക്ക് വിമൻസ് മാനിഫെസ്റ്റോ പബ്ലിഷ്ഡ് ഇൻ 1970. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഫെമിനിസത്തിൻ്റെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് റേഷ്യൽ ഇക്വാലിറ്റിക്ക് എതിരെയുള്ള ഫെമിനിസത്തിൻ്റെ കമ്പൈൻഡ് എഫേർട്ടിനെ ഇത് വീക്കൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത് വേറെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് വരികയാണ്. സോ ഇറ്റ് വീക്കൻ ദ കമ്പൈൻഡ് എഫേർട്സ് ഓഫ് ഫെമിനിസം ടുവേർഡ്സ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് റേഷ്യൽ ഇക്വാലിറ്റി. ഓക്കെ,
നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദളിത് ഫെമിനിസം ആണ്. സോ ദളിത് പോപ്പുലേഷനിലുള്ള കാസ്റ്റ് ആൻഡ് ജെൻഡർ റോൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യലാണ് ഈ ഒരു ദളിത് ഫെമിനിസത്തിൽ വരുന്നത്. സോ ദളിത് വിമൺ എന്ന് പറഞ്ഞാൽ പ്രൈമറിലി അവർ ജീവിക്കുന്നത് സൗത്ത് ഏഷ്യയിലാണ്. ലൈക്ക് നമ്മുടെ ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. അവിടെയാണ് മെയിനായിട്ട് ഈ ദളിത് വിമൺ ലീവ് ചെയ്യുന്നത്. സോ അവരെന്ന് പറഞ്ഞാൽ ഹയർ കാസ്റ്റിലുള്ള വിമണിനെക്കാട്ടിലും അധികം ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ദളിത് വിമൺ എന്ന് പറഞ്ഞാൽ. Okay, they are more likely to be poor, uneducated and socially marginalized. സോ വിമൺ എന്നുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഡിസ്ക്രിമിനേഷനും മാർജിനലൈസേഷനും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഹയർ കാസ്റ്റിലുള്ള ഒരു വിമണിനെക്കാട്ടിലും അധികം ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് ദളിത് വിമൺ ആണ്. ഓക്കെ, സോ ദളിത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വൽ റൈറ്റ്സ് ഫോർ ദളിത് വുമൺ. അതാണ് അവർ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഈക്വൽ റൈറ്റ്സ് ഫോർ ദളിത് വിമൺ. കാരണം ദളിത് വുമൺ എന്ന് പറഞ്ഞാൽ ജെൻഡറിന്റെ ബേസിലാണെങ്കിലും കാസ്റ്റിന്റെ ബേസിലാണെങ്കിലും മറ്റ് കുറേ ഇഷ്യൂസ് കൊണ്ട് മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. സോ അവർക്ക് വേണ്ട ഈക്വൽ റൈറ്റ്സ്, അതാണ് ദളിത് ഫെമിനിസത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ കോൺഫറൻസസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ദളിത് വുമണിനെ പൊളിറ്റിക്സിലേക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എലക്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദളിത് വിമൺ എന്ന് പറഞ്ഞാൽ ഹയർ റേറ്റ്സിൽ വയലൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. പണ്ട് തൊട്ട് അങ്ങനെയാണ്. അവർ ഫോഴ്സ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് ഒന്ന്, ലൈക്ക് ദേവദാസി സിസ്റ്റം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ദളിത് വിമന്റെ ബോഡീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് സെക്ഷലി അവൈലബിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ദളിത് വിമൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, അതുമാതിരി ദെയർ ബോഡീസ് വർ കൺസിഡേർഡ് ആസ് സെക്ഷലി അവൈലബിൾ. സോ അങ്ങനെ ഒരുപാട് ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ ദളിത് വിമണിനെതിരെ നടന്നിട്ടുണ്ട്. സോ ദളിത് എന്നുള്ളൊരു ടേമിന്റെ മീനിങ് വരുന്നത് ഒപ്രസ്ഡ് അല്ലെങ്കിൽ ബ്രോക്കൺ എന്നാണ്. സോ നമ്മൾ ലെസ്ബിയൻ ഫെമിനിസവും ബ്ലാക്ക് ഫെമിനിസവും പറഞ്ഞ മാതിരി തന്നെ ദളിത് ഫെമിനിസത്തിലും എന്താണ്, അവരും ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് അവർ വിമൺ ആയതുകൊണ്ടും ഒന്ന് അവർ ദളിത് ആയതുകൊണ്ടും. ഓക്കെ, അവരും അപ്പോൾ ട്വൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദേ ഓൾസോ ഫേസസ് ഡബിൾ ഡിസ്ക്രിമിനേഷൻ. ഇനി ഒരു ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ളൊരു റിച്വലാണ് ചിര എന്നുള്ളത്. ഓക്കെ, ചിര. അപ്പം ഈ ഒരു റിച്വലിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ദളിത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലോവർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഗേള് പ്യൂബേർട്ടി അറ്റൈൻ ചെയ്താൽ ഒരു എൽഡർലി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരാൾ, അയാൾ ഒരു ഹയർ കാസ്റ്റത്തെ ആളായിരിക്കും, അയാൾ വന്നിട്ട് ഈ ഗേളായിട്ട് സെക്ഷൽ ആക്ട് നടത്തിയിട്ട് ഗേളിൻ്റെ ഹൈമൻ ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി ക്രൂവൽ ആക്ട് ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് റിച്വൽ ഓഫ് ചിര. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ദളിത് വിമണിന് എതിരെ നടന്നിട്ടുള്ള വയലൻസ് ആണ്. ഓക്കെ, സോ ദളിത് ഫെമിനിസം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫെമിനിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇന്ത്യൻ ഫെമിനിസം കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ദളിത് ഫെമിനിസം ക്രിട്ടിസൈസസ് ഇന്ത്യൻ ഫെമിനിസം. ഓക്കെ, ദളിത് വുമൺ എന്ന് പറയുമ്പോൾ 3 രീതിയിൽ അവർ ഒപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് കാസ്റ്റ് ബേസ്ഡിൽ അവർ ഒപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, പിന്നെ ജെൻഡർ ബേസ്ഡ് അവർ ഒപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, ക്ലാസ് ബേസ്ഡും അവർ ഒപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 വേസ് ഓഫ് ഒപ്രഷനാണ് ദളിത് വുമൺ സഫർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ദളിത് വിമണെതിരെയുള്ള ക്രൈംസിനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ ഫെഡറേഷൻ ഫോർ ദളിത് വിമൺ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ദളിത് ഫെമിനിസ്റ്റുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് ഉർമിള പാവർ, അതുമാതിരി ജ്യോതി ലഞ്ചേവർ. ഇവരൊക്കെ കാസ്റ്റ് സിസ്റ്റം അതുപോലെ തന്നെ പെട്രിയാർക്കിനെ ഡിനൗൺസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ ദളിത് ഫെമിനിസ്റ്റ് റൈറ്റിംഗിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ആളുകളാണ് ഉർമിള പാവർ, ജ്യോതി ലഞ്ചേവർ ഒക്കെ. ഓക്കെ, അത്രയാണ് ദളിത് ഫെമിനിസത്തിൽ വരുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഫെമിനിസം ആണ്. സോ പോസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് റെഫർ ചെയ്യുന്നത് 1990s തൊട്ടിട്ട് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദ സപ്പോർട്ട് ഫോർ ഫെമിനിസം. ഫെമിനിസത്തിന് ഉള്ള ഒരു സപ്പോർട്ട് കുറഞ്ഞു വരുന്നുണ്ട് 1990s തൊട്ടിട്ട്. പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ക്രിട്ടിക്കൽ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ചേഞ്ച്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫെമിനിസം, കൾച്ചർ ആൻഡ് ഫെമിനിനിറ്റി. ഓക്കെ, സോ ദ ഡിക്രീസ് ഇൻ സപ്പോർട്ട് ഓഫ് ഫെമിനിസം ഫ്രം 1990s ഓൺവേർഡ്സ് ആണ് ഇതിൽ ഡീൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് ഒരു പെർസെപ്ഷൻ വരികയാണ് ദാറ്റ് ഫെമിനിസത്തിൻ്റെ എല്ലാ ഗോൾസും ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി അതിലൊരു ഫെർദർ ആയിട്ടുള്ളൊരു എക്സ്പാൻഷന് ആവശ്യമില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് സൊസൈറ്റിയിൽ വരികയാണ്. അങ്ങനെയാണ് ഈ ഫെമിനിസത്തിന് എതിരെയുള്ള സപ്പോർട്ട് കുറയുന്നത്. ഓക്കെ, സോ എ സൊസൈറ്റൽ പെർസെപ്ഷൻ ദാറ്റ് ഓൾ ദ ഗോൾസ് ഓഫ് ഫെമിനിസം ആർ ഓൾറെഡി അച്ചീവ്ഡ്. ഓക്കെ, ദർ ഇസ് നോ നീഡ് ഫോർ എനി ഫെർദർ എക്സ്പാൻഷൻ. സോ ഈ ഒരു പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് മാസ് മീഡിയയാണ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് ഫെമിനിസത്തിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് ആന്റി ഫെമിനിസ്റ്റ് ആണ്. സോ ഒരു ആന്റി ഫെമിനിസ്റ്റ് എസെൻസ് ആണ് പോസ്റ്റ് ഫെമിനിസത്തിന് വരുന്നത്. പിന്നെ പോസ്റ്റ് ഫെമിനിസം ഒരു യൂണിഫൈഡ് സബ്ജക്ട് പൊസിഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഫീലിംഗ് ഓഫ് സിസ്റ്റർഹുഡ് എമംഗ് വിമൺ അതിനെ ഡിനൗൺസ് ചെയ്യുന്നുണ്ട്. ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദ യൂണിവേഴ്സൽ ഫീലിംഗ് ഓഫ് സിസ്റ്റർഹുഡ് എമംഗ് വിമൺ.
സോ പോസ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒരു അക്യൂസിയേഷൻ ടേമായിട്ട് യൂസ് ചെയ്യാം. അതായത് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഹൂസ് വർക്ക് ഈസ് സീൻ ആസ് ഇൻസഫിഷ്യൻ്റ്ലി ഫെമിനിസ്റ്റിക്. അതായത് ഇൻസഫിഷ്യൻ്റ്ലി ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഫെമിനിസ്റ്റ് സ്കോളേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു ടേമായിട്ടും പോസ്റ്റ് ഫെമിനിസ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി എലൈൻ ജെ ഹോൾ ആൻഡ് മെർണി റെഡ്രിഗസ്. ഓക്കെ, എലൈൻ ജെ ഹോൾ ആൻഡ് മെർണി റെഡ്രിഗസിൻ്റെ ദ മിത്ത് ഓഫ് പോസ്റ്റ് ഫെമിനിസം എന്നുള്ളൊരു വർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു മിത്ത് ഓഫ് പോസ്റ്റ് ഫെമിനിസം എന്നുള്ള വർക്കിൽ അവർ പോസ്റ്റ് ഫെമിനിസത്തിൻ്റെ 5 ക്ലെയിംസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ ആ 5 ക്ലെയിംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ 1980s 1990s ആ ഒരു പീരിയഡിൽ ഫെമിനിസത്തിന് ലെസ് സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഫെമിനിസം റിസീവ്ഡ് ലെസ് സപ്പോർട്ട് ഇൻ 1980s ആൻഡ് 1990s. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ സെവറൽ വിമൺ ആൻറ്റി ഫെമിനിസ്റ്റ് ആയിട്ട് മാറി. അതാണ് സെക്കൻഡ് ക്ലെയിം, സെവറൽ വിമൺ ഹാവ് ടേൺഡ് ആൻറ്റി ഫെമിനിസ്റ്റ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് യങ് ജനറേഷൻ വിമൺ എന്ത് ചെയ്യാണ്, അവർക്ക് തോന്നുകയാണ് ഫെമിനിസം ഓൾറെഡി അവരുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്തു, സോ നൗ ഇറ്റ്സ് നോട്ട് റെലവൻറ്റ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരികയാണ്. അതാണ് തേർഡ് ക്ലെയിം എന്ന് പറയുന്നത്. ഫോർത്ത് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഈ വിമൺ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു നോ ബട്ട് വേർഷൻ ഓഫ് ഫെമിനിസം അഡോപ്റ്റ് ചെയ്യാണ്. നോ ബട്ട് അതെന്താണെന്ന് വെച്ചാൽ അവർ ഫെമിനിസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് സമ്മതിക്കുന്നില്ല. ദേ റെഫ്യൂസ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് ഫെമിനിസ്റ്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താണ്, അവർ ഫെമിനിസ്റ്റ് ഡിമാൻഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഫ്യൂസിങ് ചെയ്യുന്നുണ്ട് എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫെമിനിസം ഇവരെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഫോർത്ത് ക്ലെയിം. ആൻഡ് ലാസ്റ്റ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഫെമിനിസത്തിനെ നമുക്ക് ഒരു ആൻറ്റി മെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇറ്റ് ഈസ് സെറ്റ് അഗെയിൻസ്റ്റ് പെട്രിയാർക്കി അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആൻറ്റി മെയിൽ അല്ലെങ്കിൽ നമുക്ക് ആൻറ്റി പെട്രിയാർക്കൽ അല്ലെങ്കിൽ ആൻറ്റി സെക്സിസം അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുമ്പോൾ ഒരു ആംബിവാലന്റ് സ്റ്റാൻഡാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജെൻഡർ ഇക്വാലിറ്റി അതുപോലെ തന്നെ വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ടൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താണ്, അവർ പെട്രിയാർക്കിക്ക് എതിരെ ഒരു ക്രിറ്റിസിസം കൊണ്ടുവരുന്നില്ല. സോ അവരൊരു ആംബിവാലന്റ് സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. So this is actually a new form of feminism that portrays an optimistic portrayal of young women who are successful in private and public domains. അതായത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡൊമൈൻസിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള യങ് വിമൻ്റെ ഒരു ഒപ്റ്റിമിസ്റ്റിക് പോർട്രേയിൽ വരുന്ന ടൈപ്പ് ഓഫ് ഒരു ന്യൂ ഫോം ഓഫ് ഫെമിനിസം ആണ് പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ഫെമിനിസത്തിന് 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന് ഗേൾ പവർ, ഒന്ന് ബാക്ക്ലാഷ്. സോ ഗേൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ റിജക്റ്റ് ചെയ്യാണ്. അതായത് സെക്കൻഡ് വേവ് ഫെമിനിസം പ്രകാരം വിമൺ ലെസ് പവർഫുൾ ആണ്. അപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗേൾ പവർ എന്നുള്ള ഫീച്ചർ വരുന്നത്. ഓക്കെ, സോ ഒരു ന്യൂ യങ് വുമൺ വിത്ത് എ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ്, അതാണ് ശരിക്കും ഗേൾ പവർ എന്ന് പറഞ്ഞാൽ. അനദർ ഫീച്ചർ എന്ന് പറയുന്നത് ബാക്ക്ലാഷ് ആണ്. സോ ബാക്ക്ലാഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് ടു സജസ്റ്റ് ദ പെസിമിസ്റ്റിക് നോഷൻ ദാറ്റ് കൺസിഡേഴ്സ് പോസ്റ്റ് ഫെമിനിസം ആസ് ആൻറ്റി ഫെമിനിസ്റ്റിക്. സോ പോസ്റ്റ് ഫെമിനിസത്തിന് ആൻറ്റി ഫെമിനിസ്റ്റിക് ആയിട്ട് എസെൻഷ്യലി കൺസിഡർ ചെയ്യുന്ന ഒരു പെസിമിസ്റ്റിക് നോഷനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ലാഷ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഗേൾ പവർ ആൻഡ് ബാക്ക്ലാഷ് ആണ് പോസ്റ്റ് ഫെമിനിസത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് പോസ്റ്റ് ഫെമിനിസത്തിൽ വരുന്നത്. സോ ഈ 3 ദാറ്റ് ഈസ് ബ്ലാക്ക് ഫെമിനിസം, ദളിത് ഫെമിനിസം ആൻഡ് പോസ്റ്റ് ഫെമിനിസം. ഈ 3 കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതോട് കൂടിയിട്ട് ഫെമിനിസത്തിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇൻ ഫെമിനിസത്തിൻ്റെ ഈ ഒരു ലിസ്റ്റ് എടുത്താൽ ഇതിലത്തെ എല്ലാതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും പോയി കാണുക. സോ എക്സാമിന് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ആയിരിക്കും അധികം ചോദിക്കുക. അങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.